ഫാഷൻ ഡിസൈനിങ് അത് ഹൃദയത്തിൽ നിന്ന് തുടങ്ങാം. KM George Memorial School of Fashion Designing and Garment Technology. വെള്ളൂർക്കുന്നത്ത് പ്രവർത്തിച്ചു വന്നിരുന്ന പ്രീ മെട്രിക് ഹോസ്റ്റൽ അടച്ചുപൂട്ടിയിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ പേരിൽ 3 വർഷങ്ങൾക്ക് മുൻപ് അടച്ചുപൂട്ടിയ ഹോസ്റ്റൽ തുറന്ന് പ്രവർത്തിപ്പിക്കാൻ ഇതുവരെയും നടപടിയായില്ല. പതിറ്റാണ്ടുകളായി മൂവാറ്റുപുഴ നഗരത്തിൽ പ്രവർത്തിച്ചു വന്നിരുന്ന പ്രീ മെട്രിക് ഹോസ്റ്റൽ അടച്ചുപൂട്ടിയിട്ട് വർഷങ്ങൾ പിന്നിടുന്നു. ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ SC, ST, OBC വിഭാഗത്തിൽപ്പെട്ട 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന നിർധനരായ പെൺകുട്ടികൾക്ക് പഠനത്തോടൊപ്പം താമസ സൗകര്യം കൂടി ഒരുക്കുന്നതിനായാണ് പട്ടികജാതി വികസന വകുപ്പ് വെള്ളൂർക്കുന്നത്ത് പ്രീ മെട്രിക് ഹോസ്റ്റൽ ആരംഭിച്ചത്. എന്നാൽ പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുടെ പേരിൽ 3 വർഷങ്ങൾക്ക് മുൻപാണ് ഹോസ്റ്റൽ അടച്ചുപൂട്ടിയത്. പിന്നീട് പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് അധികൃതർ തയ്യാറായിട്ടില്ല. ഹോസ്റ്റലിലുണ്ടായിരുന്ന SC, ST വിഭാഗത്തിൽപ്പെട്ട 27 പെൺകുട്ടികളും OBC വിഭാഗത്തിൽപ്പെട്ട 3 പെൺകുട്ടികളും ആലുവ, പെരുമ്പാവൂർ പ്രദേശങ്ങളിലുള്ള ഹോസ്റ്റലിലേക്ക് മാറേണ്ടി വന്നിരുന്നു. പുനരുദ്ധാരണത്തിന്റെ പേരിൽ അടച്ചുപൂട്ടിയ ഹോസ്റ്റൽ ഇപ്പോൾ കാടുകേട് കിടക്കുന്ന അവസ്ഥയാണ്. മൂവാറ്റുപുഴയിൽ പ്രവർത്തിച്ചു വന്നിരുന്ന ഹോസ്റ്റൽ അടച്ചുപൂട്ടിയതോടെ ജില്ലയുടെ കിഴക്കൻ മേഖലയിലെ പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ പഠനം ദുഷ്കരമായിരിക്കുകയാണെന്നും മൂവാറ്റുപുഴ നഗരസഭയും MLAയും MP യും ഹോസ്റ്റൽ തുറന്ന് പ്രവർത്തിപ്പിക്കുന്നതിനായി ഒന്നും തന്നെ ചെയ്യുന്നില്ലെന്നും പട്ടികജാതി ക്ഷേമസമിതി മൂവാറ്റുപുഴ ഏരിയ സെക്രട്ടറി ശിവദാസൻ പറഞ്ഞു. പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഒരു 3 വർഷം മുമ്പ് ഇതിൻ്റെ പുനരുദ്ധാരണം നടത്തുകയാണെന്ന് പറഞ്ഞുകൊണ്ട് മുനിസിപ്പാലിറ്റിയും ഇപ്പോഴത്തെ ഇവിടുത്തെ MLAയും MP യുമായ ഭരണാധികാരികൾ നമ്മളോട് പറയുകയുണ്ടായി. അതിൻ്റെ ഫലമായിട്ട് ഇവിടെ നിന്നുള്ള കുട്ടികളെ പെരുമ്പാവൂർ സ്ഥലത്ത് താമസിച്ച് പഠിപ്പിക്കുന്ന ഒരു സംവിധാനത്തിലേക്കാണ് പോയത്. ഇവിടെയുള്ള കുട്ടികൾക്ക് പഠിക്കാനുള്ള യാതൊരുവിധ സൗകര്യങ്ങളും ഈ ഇടുക്കി പോലെയുള്ള വിവിധ തൊടുപുഴ പോലെയുള്ള പിന്നെ വിവിധ പ്രദേശത്തുള്ള പട്ടികജാതി പിള്ളേർക്ക് പഠിക്കുന്നതിനുള്ള സൗകര്യം ഇല്ലാതാവുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കറിയാം പഠനത്തിൻ്റെ സമയമാണ്. ഇപ്പോൾ പട്ടികജാതി പിള്ളേരുടെ ഈ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ നിന്ന് പഠിക്കേണ്ട സമയമാണ്. ആ സമയത്ത് പോലും ഇതിൻ്റെ ഒരു പുനരുദ്ധാരണമോ ഇത് പൊളിച്ചു കഴിഞ്ഞ് പുതിയ ഹോസ്റ്റൽ പണിയുമെന്നാണ് നമ്മളടുത്ത് പറയാൻ കഴിഞ്ഞെങ്കിലും ഇതുവരെ അതിനായിട്ട് ഒരു നടപടിക്രമങ്ങളും ഇതുവരെ ആരംഭിക്കുവാൻ ഇതിൻ്റെ ഭരണാധികാരിയായ മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റിക്ക് കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് വളരെയേറെ ബുദ്ധിമുട്ടുളവാക്കുന്നതാണ്. ഇതിൻ്റെ ഫലമായിട്ട് നമ്മുടെ മൂവാറ്റുപുഴയിൽ PKSൻ്റെ ഏരിയ സെക്രട്ടറി എന്ന നിലയിൽ PKSൻ്റെ അത്യുജ്വലമായ സമരം അടുത്ത ആഴ്ചയോടുകൂടി ഇവിടെ ഉണ്ടാകുന്നതായിരിക്കണം എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളത്. എന്നാൽ പട്ടികജാതി വികസന വകുപ്പാണ് പുനരുദ്ധാരണത്തിന്റെ പേരിൽ ഹോസ്റ്റൽ അടച്ചുപൂട്ടിയതെന്നാണ് നഗരസഭ അധികൃതർ പറയുന്നത്. ഹോസ്റ്റലിന്റെ പുനരുദ്ധാരണത്തിനായി നഗരസഭ 4,99,00,000 രൂപയുടെ എസ്റ്റിമേറ്റ് മന്ത്രിക്ക് തയ്യാറാക്കി നൽകിയിരുന്നെന്നും എന്നാൽ പട്ടികജാതി വികസന വകുപ്പ് ഈ എസ്റ്റിമേറ്റ് അംഗീകരിക്കാതെ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാക്കി നൽകുന്ന എസ്റ്റിമേറ്റ് മാത്രമേ സ്വീകരിക്കൂ എന്ന നിലപാടെടുത്തതും പിന്നീട് പ്രീ മെട്രിക് ഹോസ്റ്റലിന് പകരം പോസ്റ്റ് മെട്രിക് ഹോസ്റ്റലാണ് ഇനി നിർമ്മിക്കേണ്ടതെന്ന് അറിയിച്ചതുമാണ് കാലതാമസം നേരിടാൻ കാരണമെന്ന് മൂവാറ്റുപുഴ നഗരസഭാ ചെയർമാൻ PP എൽദോസ് പറഞ്ഞു. ഞാൻ 2023 ജനുവരി മാസം അന്നത്തെ ബഹുമാനായ മന്ത്രി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഇടതുപക്ഷത്തിൻ്റെ മന്ത്രിയാണ് K. രാധാകൃഷ്ണൻ. അദ്ദേഹത്തെ നിരവധി വട്ടം ഞാൻ കണ്ടു. അവസാനം അദ്ദേഹം എന്നെ വിളിച്ച് അടുത്തിരുത്തി എന്താണ് വിഷയമെന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഏതായാലും ഒരു എസ്റ്റിമേറ്റ് തയ്യാറാക്കി വരാൻ പറഞ്ഞു. 2023 ഇത് നഗരസഭയിൽ നിന്ന് 4,99,00,000 രൂപയുടെ എസ്റ്റിമേറ്റാണ് ബഹുമാനപ്പെട്ട മന്ത്രിയുടെ കൈവശം കൊടുത്തത്. അദ്ദേഹത്തെ കുറ്റം പറയാൻ കഴിയില്ല. അദ്ദേഹം വളരെ പോസിറ്റീവായിട്ടാണ് എന്നോട് ഇടപെട്ടത്. അദ്ദേഹം ഇത് വാങ്ങിച്ചു വെച്ചു. കുറേ കഴിഞ്ഞപ്പോൾ എനിക്കൊരു കത്ത് വന്നു. ഒരു 2 മാസം കഴിഞ്ഞപ്പോൾ ഇത് ഡിപ്പാർട്ട്മെൻറ്റ്, പട്ടികജാതി വികസന ഡിപ്പാർട്ട്മെൻറ്റ് LSGDയുടെ എസ്റ്റിമേറ്റ് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ട്, ആയതുകൊണ്ട് പൊതുമരാമത്ത് വകുപ്പിൽ നിന്നും എസ്റ്റിമേറ്റ് തയ്യാറാക്കണം എന്ന് പറഞ്ഞ് കത്ത് വന്നു. ഞാൻ എറണാകുളത്ത് പോയി പട്ടികജാതി വികസന ഓഫീസറുടെ കത്ത് മേടിച്ച മൂവാറ്റുപുഴ അസിസ്റ്റൻ്റ് എഞ്ചിനീയർക്ക് കൊടുത്തു. ഒരു 3-4 മാസം പുറകെ നടന്നതിന് ശേഷം അവർ എസ്റ്റിമേറ്റ് തയ്യാറാക്കി തന്നു. ഞാനത് തിരുവനന്തപുരത്ത് കൊണ്ടുപോയി കൊടുത്തു. അപ്പോഴാണ് അവിടെ നിന്ന് വീണ്ടും നഗരസഭ അറിയിക്കുന്നത് ഇപ്പോൾ പ്രീ മെട്രിക് ഹോസ്റ്റൽ പ്രായോഗികമല്ലാത്തതുകൊണ്ട് ഇവിടെ പോസ്റ്റ് മെട്രിക് ഹോസ്റ്റൽ സ്ഥാപിച്ചാൽ കുറെ കൂടി ഗുണകരമായിരിക്കും എന്ന് പറഞ്ഞ് എന്നെ അറിയിച്ചു. ഇപ്പോൾ ഏതാണ്ട് എസ്റ്റിമേറ്റിനായി നടന്നു തുടങ്ങിയിട്ട് ഒരു 1.25 വർഷത്തിന് മേലെയായിട്ടുണ്ട്.
പട്ടികജാതി വിഭാഗത്തിന്റെ ഉന്നമനത്തിനായി പരിശ്രമിക്കുന്ന നഗരസഭയാണ് മൂവാറ്റുപുഴ നഗരസഭയെന്നും ചെയർമാൻ കൂട്ടിച്ചേർത്തു. മൂവാറ്റുപുഴയിലെയും സമീപ പ്രദേശങ്ങളിലെയും പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട പെൺകുട്ടികളുടെ ആശ്രയമായിരുന്ന ഹോസ്റ്റൽ എത്രയും വേഗം തുറന്ന് പ്രവർത്തിപ്പിക്കണമെന്നാണ് ആവശ്യമുയരുന്നത്. ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ്. ബസേലിയോസ് പൗലോസ് സെക്കൻഡ് കോളേജ് പെരുമാടം ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോബൈറ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം. ശ്രേഷ്ഠ ബസേലിയോസ് പൗലോസ് സെക്കൻഡ് പാവായുടെ നാമധേയത്തിലുള്ള കോളേജിൽ 2025-26 അധ്യയന വർഷത്തെ വിവിധ ബിരുദാനന്തര കോഴ്സുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു. For further details, kindly visit our official website www.bpscollege.com and reach out to us via email bps.college@gmail.com.